ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ചെയ്യാൻ പോണത് കൂന്തൽ കൊണ്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ കൂന്തൽ ഫ്രൈ ആക്കണോ അതോ കൂന്തൽ റോസ്റ്റ് ചെയ്യണോ ഞാൻ തീരുമാനിച്ചുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ഈ തൊലി ജസ്റ്റ് കളയണം. അത് നമുക്കിങ്ങനെ പിടിക്കാൻ കിട്ടും. അപ്പോൾ തൊലി നമുക്കിത് ഇങ്ങനെ വലിച്ച് കളയാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ തൊലി വലിച്ച് കളയാം. പിന്നെയാണെങ്കിൽ അതിൻ്റെ അതേ ഈ ഭാഗത്തായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു സാധനമുണ്ട്, അത് നമുക്ക് എടുത്ത് കളയണം. അപ്പോൾ നമുക്ക് അത് കണ്ടോ, ഇങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ അതും എടുത്ത് കളയണം. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അപ്പോൾ ഇതാ നമ്മുടെ കൂന്തലെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനത്തെ സ്ക്വയർ പീസായിട്ടാണ് കേട്ടോ മുറിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് വേവിക്കാനായിട്ട് ഒരു അര സവോള, 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കതിൽ അത് വേവിക്കാൻ വയ്ക്കാം. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ അതിൻ്റെ കൂടെ. അപ്പോൾ എല്ലാം തിരുമ്മി കൊട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ കൂന്തൽ അത്യാവശ്യം നന്നായിട്ട് വെന്ത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ വെള്ളം വറ്റിക്കാനായിട്ട് വെച്ചേക്കാണ്, വെള്ളം വറ്റിക്കാനായിട്ട് ഉലത്താനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വറ്റി അത്യാവശ്യം ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഉലത്തുന്ന കാരണമാണ് ഇത്രയും ഡ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് തിളച്ച ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത്, പിന്നെ കറിവേപ്പില, അതൊന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി ആ സവോള ഒന്ന് വഴണ്ടി വരാനുള്ള ഉപ്പും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോള നന്നായിട്ട് വഴണ്ട് ഒരു നല്ല ട്രാൻസ്പെറൻറ്റ് കളറായതിന് ശേഷം മാത്രമാണ് ഞാൻ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്കിഡ് അലത്തണ കാരണം കൊണ്ട് നമ്മൾ മാക്സിമം അതിലെ വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട് നോക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ വീണ്ടും അതിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ആകെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. ഈ മുളക് പൊടിക്ക് നല്ല എരിവുള്ള കാരണം അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി തേങ്ങയാണ്. അപ്പോൾ നമ്മൾ ഈ ഒലത്തണയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണ സമയത്ത് വേണം നമ്മുടെ സ്ക്വിഡ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങയിലും മസാല എല്ലാം പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കുറച്ച് നേരം കൂടെ അതൊന്ന് അടച്ച് വെച്ച് അല്ലെങ്കിൽ തുറന്ന് വെച്ചോ വേവിക്കാം. പിന്നെ ഈ തേങ്ങ ഇട്ട് കൊടുത്താലും ചിലപ്പോൾ ഉപ്പിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് ഉപയോഗിക്കാം.